ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രേക്ഷകരൊക്കെ കാത്തിരുന്ന സൂപ്പർ എപ്പിസോഡുകളാണ് നമ്മുടെ ചെമ്പനീർ പൂവിൽ വരും ആഴ്ചകളിൽ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിയാൻ പോവാണ്. അതിലാദ്യത്തെ കള്ളത്തരം വരും ആഴ്ചയിൽ പൊളിയുവാണ്. അതേതാണെന്ന് വെച്ചാൽ നമ്മുടെ മലേഷ്യൻ കഥയും ഇളയച്ചനും അതിനൊരു കർട്ടൻ വീഴുവാണ് വരും ആഴ്ചകളിൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്ത കൂട്ടുകാരനാണല്ലോ അശോകൻ്റെ മോളുടെ കല്യാണം ആണ് അടുത്ത ആഴ്ചയിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഈ അശോകൻ്റെ മോളെ കെട്ടാൻ പോകുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ബീരാൻ്റെ പെങ്ങളുടെ മോനാണ്. പെങ്ങളുടെ മോനെന്ന് പറയുമ്പോഴേക്കും ഊഹിക്കാലോ, ആ കല്യാണം നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ ബീരാനായിരിക്കും. അതുപോലെ തന്നെ അശോകൻ്റെ മോളുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ രവീന്ദ്രൻ്റെ ഫാമിലിയും മൊത്തത്തിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ കല്യാണ ദിവസം വന്നെത്തുവാണ്. അതിനു മുമ്പ് ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ ബീരാൻ്റെ ഫാമിലി. അതായത് ഇങ്ങനെ ഒരു മാമൻ്റെ കാര്യമൊക്കെ അശോകൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ബീരാനാണെന്നൊന്നും രവീന്ദ്രനും ഫാമിലിക്കും ഒന്നും അറിയത്തില്ല. അങ്ങനെ കല്യാണ ദിവസം നമ്മുടെ രവീന്ദ്രനും ഫാമിലിയും അവിടെ എത്തുമ്പോഴേക്കും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണുന്നില്ല. നമ്മുടെ അശോകൻ നല്ല സ്വാഗതമൊക്കെ ചെയ്ത് അവരെ അകത്തോട്ടൊക്കെ ഇരുത്തുന്നുണ്ട്. ബീരാൻ അവിടെ നല്ല ഓടി നടന്ന തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ബീരാൻ ഇവര് ബീരാനെയോ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. കല്യാണത്തിന് നേരത്തെ തന്നെ രവിയും ഫാമിലിയും എത്തിയിട്ടുണ്ട്. അവരിങ്ങനെ ഹോളിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബീരാൻ ഇങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനെ കാണുമ്പോഴേക്കും ബീരാന് ഭയങ്കര ടെൻഷനാവാണ്. കാരണം അറിയാലോ അത് ശ്രുതിയുടെ അമ്മായച്ചനാണെന്ന് അറിയാലോ. എളുപ്പം അശോകനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതെ ആ നിൽക്കുന്നത് ആരാ, നിങ്ങളുടെ ഫാമിലി ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അശോകൻ പറയുന്നുണ്ട്, ആ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താ രവി എന്ന് പറയുന്നുണ്ട്. വാ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ബീരാനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും ബീരാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. ഇല്ല എനിക്ക് അവിടെ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്, എല്ലായിടത്തും ഓടി നടന്ന് ഞാൻ വേണ്ടി ചെയ്യാൻ, നമുക്ക് പിന്നീട് പരിചയപ്പെടാം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബീരാൻ എളുപ്പം അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. പക്ഷേ ആ പരിപാടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാനും ബീരാന് പറ്റത്തില്ല. കാരണം പെങ്ങളുടെ മോൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ ഇവരെ കാണുമ്പോഴേക്കും രവീന്ദ്രനെ കാണുമ്പോഴേക്കും ബീരാൻ ഇങ്ങനെ ടെൻഷൻ കൂടി വരുവാണ്. കാരണം ബീരാനെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ. അവരവിടെ ഇട്ട് ബീരാൻ്റെ എല്ലാ കഥകളും ചോദിച്ചറിയും. ശ്രുതിയുടെ കള്ളത്തരം പൊളിയും എന്നൊക്കെ ബീരാൻ അറിയാം. അപ്പോൾ ബീരാൻ അവിടെ നിന്ന് ഓടി മറിഞ്ഞ് പോകാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും കുടുംബവും എല്ലാവരെയും ബീരാൻ അവിടെ വെച്ച് കാണുവാണ്. ആകപ്പാടെ പെട്ട അവസ്ഥയിലായി. പിന്നെ ഒളിച്ചും പാത്തും ഒക്കെയാണ് ബീരാൻ്റെ നടത്തം കേട്ടോ. ശ്രുതിയെ ഒരു സമയത്ത് ഒറ്റയ്ക്ക് കിട്ടുമ്പോഴേക്കും എളുപ്പം ബീരാൻ കൈ പിടിച്ച് അടുക്കളയിലോട്ട് മാറ്റി സംസാരിക്കുന്നുണ്ട്. ബീരാനെ കാണുന്നതും ശ്രുതിക്കും ഭയങ്കര ടെൻഷനാവാണ്. ബീരാൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, അത് പിന്നെ ഇത് എൻ്റെ മോൻ്റെ കല്യാണമല്ലേ, എൻ്റെ പെങ്ങളുടെ മോൻ്റെ, എനിക്ക് അവൻ്റെ സ്വന്തം മോനെ പോലെ, അപ്പം പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവൂലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ബീരാനെ ഞങ്ങളുടെ കുടുംബം മൊത്തം ഇവിടെയുണ്ട്, അവരുടെ കണ്ണിലെങ്ങാനും ബീരാൻ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഊഹിക്കാലോ, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം, ഇവിടെ നിന്നും പോകണം എന്നൊക്കെ പറയുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, ശ്രുതി എന്താ ഈ പറയുന്നത്, ഇതെൻ്റെ കുടുംബത്തിലെ ആളുടെ കല്യാണമാണ്, എൻ്റെ മോനായിട്ടാണ് ഞാൻ അവനെ കാണുന്നത്, അവൻ്റെ കല്യാണത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കാനോ, ഇല്ല ഞാൻ എവിടെയും പോകാനൊന്നും പോകുന്നില്ല, വേണമെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ നിൽക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ എത്ര പറഞ്ഞിട്ടും ബീരാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ശ്രുതിക്കും ടെൻഷൻ ഏറി വരുവാണ്. കാരണം ബീരാനെ കാണാതെ നോക്കേണ്ടത് ശ്രുതിയുടെയും കൂടി ഉത്തരവാദിത്വമാണല്ലോ. അങ്ങനെ കുടുംബം ബീരാനെ കണ്ടുമുട്ടുന്ന സാഹചര്യമൊക്കെ വരുമ്പോഴേക്കും ശ്രുതി ഒഴിവാക്കി വിടുന്നുണ്ട്. അങ്ങനെ കല്യാണം ഗംഭീരമായിട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും രവീന്ദ്രനും ഫാമിലിയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. കാരണം അടുത്തത് റിസപ്ഷൻ ഉണ്ടല്ലോ, അതിന് റെഡി ആവണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അശോകൻ പറയുന്നുണ്ട്, എടാ കുറച്ച് നേരം കൂടി ഇരിക്കുക, ഞാൻ അവൻ്റെ ഫെബിൻ്റെ ഫാമിലിയെ കൂടി പരിചയപ്പെടുത്തിയിട്ട് വിടാം എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും, അതിനിനി സമയമുണ്ടല്ലോടാ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവർ കുടുംബത്തോടെ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട്, ഞങ്ങൾക്കും ഷോപ്പ് ഒന്ന് തുറന്നിടണം, മൊത്തത്തിൽ പൂട്ടിയിടാനൊന്നും പറ്റത്തില്ല, ഹാഫ് ഡേ എങ്കിലും തുറന്നിടണം, ഞങ്ങളും പോവാമെന്ന് പറഞ്ഞിട്ട് അവരും അവിടെ നിന്നും ഇറങ്ങുവാണ്. സച്ചിയും രേവതിയും എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ശ്രുതിക്ക് അങ്ങനെ സമാധാനമാവാണ്, ആരും കണ്ടിട്ടില്ലല്ലോ ബീരാനെ. അങ്ങനെ ശ്രുതിയും രവീന്ദ്രനും ചന്ദ്രയും കൂടി ഒരു കാറിൽ കയറി പോകും. സച്ചിയും രേവതിയും അടുത്ത കാറിൽ കയറാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ അശോകൻ അങ്കിളിനോട് യാത്ര പറഞ്ഞിട്ടില്ല, പോയി യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാനും വരുന്നു, ഞാൻ അവളെ ഒന്ന് അനുഗ്രഹിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അകത്തോട്ട് പോവാണേ. അപ്പോഴേക്കും ഈ പെണ്ണും ചെക്കനും ഇറങ്ങുന്ന ടൈമാണ്, അതായത് ഹോളിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന ടൈമാണ്. എല്ലാവരുടെ കയ്യിൽ നിന്നും അനുഗ്രഹം മേടിക്കുവാണ്. അപ്പോൾ നോക്കുമ്പോഴേക്കും പെണ്ണും ചെക്കനെയും ഇവർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ പെണ്ണും ചെക്കനും ബീരാൻ്റെ കാലിൽ കിടന്ന് അനുഗ്രഹം മേടിക്കുന്ന സീനാണ് സച്ചിയും രേവതിയും കാണുന്നത്. അത് കാണുമ്പോൾ
കാണുമ്പോഴേക്കും ഇവർക്ക് ഷോക്കാവുകയാണ് ഭയങ്കരമായിട്ട്. സച്ചിയേട്ടാ, അത് നമ്മുടെ ഇളയച്ചനല്ലേ, ശ്രുതിയുടെ ഇളയച്ചൻ, നോക്കിക്കേന്ന് പറഞ്ഞ് സച്ചിയെ കാണിക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണേ. ബീരാനും പെട്ടെന്ന് ഇവരെ കാണുന്നുണ്ട്. ബീരാനും അത് അങ്ങോട്ട് ഷോക്കാവുകയാണ്. അപ്പോഴേക്കും സച്ചി അശോകൻ അങ്കിളിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അശോകൻ അങ്കിളെ അതാരാന്ന് ചോദിക്കുമ്പോഴേക്കും അശോകൻ അങ്കിള് പറയുന്നുണ്ട്, എടാ മോനെ സച്ചി, അതാണ് ബീരാൻ, നമ്മുടെ ഫെബിൻ്റെ മാമനാണെന്ന് പറയുവാണ്. അതോടെ സച്ചിയും രേവതിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലിയർ വന്നിരിക്കുകയാണ്. ശ്രുതിയുടെ മലേഷ്യ കഥയൊക്കെ കെട്ടുകഥകളാണെന്ന് അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം തെളിവ് സഹിതം ബീരാനെ പൊക്കിയിരിക്കുകയാണല്ലോ. ഇനി ബീരാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ ഒന്നും പറ്റത്തില്ല, സത്യങ്ങൾ പറഞ്ഞേ മതിയാവുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുകയാണ്. ബീരാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ സച്ചിയും രേവതിയും ബീരാൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, അപ്പം എങ്ങനെയാ ബീരാനെ, കഥകളൊക്കെ ഇവിടെ നിന്ന് പറയുന്നോ അതോ വീട്ടിൽ പോയി പറയുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുവാണേ. സച്ചി അത് പിന്നെ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ഒന്നും കേൾക്കുന്നില്ല. ബീരാനെ നേരെ പിടിച്ച് കാറിൽ കയറ്റിയിട്ട് ചന്ദ്രോദയത്തിലോട്ട് കൊണ്ടുപോവാണ്. ബീരാനെ കാറിൽ തന്നെ ഇരുത്തിയിട്ട് സച്ചിൻ രേവതിയാണ് വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോകുന്നത്. അകത്തോട്ട് പോയിട്ട് എല്ലാവരെയും ഹോളിൽ വിളിച്ചിരുത്തുന്നുണ്ട്. പതിവ് പോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഹോളിൽ എല്ലാവരും ഒത്തുകൂടുമല്ലോ. അതുപോലെ തന്നെ സച്ചി രവീന്ദ്രനെയും ചന്ദ്രയും സുധിയും ശ്രുതിയും എല്ലാവരെയും ഹോളിൽ വിളിച്ചിരുത്തിയിട്ട്, അച്ഛാ എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, എന്ത് കാര്യം? അച്ഛാ, ഇന്ന് ഒരാളുടെ കള്ളക്കളിക്ക് ഇവിടെ കർട്ടൻ വീഴുവാന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, കള്ളക്കളിക്ക് കർട്ടൻ വീഴുന്നു, നീ എന്താടാ ഈ പറയുന്നേ? അതെ അച്ഛാ, അച്ഛൻ ആ നീലക്കുറുക്കൻ്റെ കഥ കേട്ടിട്ടില്ലേ, വേഷം മാറി നടക്കുന്ന അതുപോലൊരു കുറുക്കൻ ഈ വീട്ടിലുണ്ട്, അയാളുടെ കള്ളക്കളിയൊക്കെ ഞാൻ പൊളിക്കാൻ പോവാന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, ഈ സച്ചി എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഷോപ്പ് തുറക്കാൻ വേണ്ടി പോവായിരുന്നു, ഇപ്പം തന്നെ ലേറ്റായി, ഞങ്ങൾ ഇറങ്ങാൻ പോവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നിങ്ങൾ പൊക്കോടാ, ഇവൻ ഓരോ പിച്ചും വെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ അത് കേട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പൊയ്ക്കോന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, എൻ്റെ ചന്ദ്രേ, സച്ചി അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇവിടെ ഇരുത്തത്തില്ല, അവൻ എന്തോ ഒരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് എല്ലാവരും പോയാൽ മതി എന്ന് രവീന്ദ്രൻ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ രേവതിയുടെയും കൂടെ വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, വേറൊരാളോ, അതാരാ? ഈ കുടുംബത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ, ഞാൻ വിളിക്കട്ടെ അച്ഛാന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, എന്നിട്ട് അത് പിന്നെ എന്നോട് ചോദിക്കാനുണ്ടോടാ, നിനക്ക് വിളിച്ചൂടെ, ആളെ പുറത്ത് നിർത്തിയിട്ട് നിങ്ങൾ മാത്രം അകത്തോട്ട് വന്നിരിക്കുന്നേ? അപ്പോൾ സച്ചി പറയും, രേവതി വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും രേവതി വിളിക്കുന്നുണ്ടേ, ഇളയച്ചാ ഇളയച്ചാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നമ്മുടെ ബീരാൻ ഇങ്ങനെ അകത്തോട്ട് വരുവാണ് കേട്ടോ, ചന്ദ്രോദയത്തിലോട്ട് കാലെടുത്ത് വെച്ച് വരുവാണ്. ശ്രുതി അത് കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ഈ ബീരാൻ എന്താ ഇവിടെ, എന്നോടൊരു വാക്ക് പോലും പറയാതെ ബീരാൻ എന്തിനാ ഇപ്പം വീട്ടിലോട്ട് കയറി വരുന്നതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതേസമയം ചന്ദ്രയും ശ്രുതിയാണെങ്കിലോ, ശ്രുതി ദേ നമ്മുടെ ഇളയച്ചൻ, ഇളയച്ച ഇതിപ്പം മലേഷ്യയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഇളയച്ചനെ അകത്തോട്ടൊക്കെ വിളിച്ചിരുത്തുന്നുണ്ട്. ഇളയച്ചൻ ഒരു വികാരവും ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രതിമേനെ പോലെ നിൽക്കുവാണ്. നമ്മുടെ ശ്രുതിയെ കൈ പിടിച്ച് വിളിച്ചുകൊണ്ട് വന്ന് അകത്തോട്ടേക്ക് ഇരുത്തുന്നുണ്ട് നമ്മുടെ ഇളയച്ചനെ. എന്താ ഇളയച്ച പെട്ടെന്ന്? ശ്രുതി ബിസിനസ് ഡെവലപ്പ് ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ടാവോലെ, അതിൻ്റെ കാശ് തരാൻ വേണ്ടി വന്നതായിരിക്കും ഇളയച്ചൻ ചിലപ്പോൾ, അല്ലേ ഇളയച്ച എന്നൊക്കെ ചോദിച്ച് ശ്രുതി സംസാരിക്കുമ്പോഴേക്കും ഇളയച്ചനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അല്ല മറ്റേ കേസിൻ്റെ കാര്യം എന്തായി, കേസൊക്കെ ഒത്തുതീർപ്പായോ, ശ്രുതിക്ക് കിട്ടാനുള്ളതൊക്കെ ശ്രുതിക്ക് തന്നെ കിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇളയച്ചൻ നിന്ന് പരിങ്ങുവാണ്. അപ്പോഴേക്കും ശ്രുതി വിഷയം മാറ്റാൻ നോക്കുന്നുണ്ട്. അമ്മേ, ഇളയച്ചൻ എപ്പോഴാണ് വന്നതെന്ന് പോലും അറിയത്തില്ല, ഈ സച്ചി എന്തിനാ ഇളയച്ചൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഇളയച്ചൻ എന്തെങ്കിലും ബിസിനസ് കാര്യത്തിന് വന്നതായിരിക്കും, അതൊക്കെ ഡിസ്റ്റർബ് ചെയ്തിട്ട് ഈ സച്ചി ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കിട്ടും, ഞാൻ എൻ്റെ വിഷയത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ സച്ചിനോടും രേവതിനോടും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ സച്ചി വിട്ടുകൊടുക്കുന്നില്ല. ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടി ഇളയച്ചനല്ലേ, അതുകൊണ്ട് ഇളയച്ചനെ കണ്ട സന്തോഷത്തിൽ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിന്നെപ്പോലെ കാർ ഡ്രൈവർ അല്ല ഇളയച്ചൻ, വലിയ ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ നീ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ അതെ വലിയ ബിസിനസ്മാനാ, വെട്ടൊന്ന് തുണ്ട് രണ്ട്, അതാണ് നമ്മുടെ ഇളയച്ചൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞ് ഇളയച്ചനിട്ടൊരു കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട് സച്ചി. ശ്രുതിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി, സച്ചിൻ രേവതിയും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ വിഷയം തിരിച്ചുവിടാൻ വേണ്ടി ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഈ സച്ചി എന്തോ മദ്യപിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക, ഇളയച്ചൻ വാ, മലേഷ്യയിൽ നിന്ന് വന്നേയല്ലേ ഉള്ളൂ, നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം, പുറത്തു നിന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇളയച്ചനെയും കൂട്ടി പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അങ്ങനെ പോവല്ലേ, ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന ആളെ കൊണ്ടുപോയി ആക്കാൻ എനിക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഇളയച്ചനെ അവിടെ തന്നെ ഇരുത്തുവാണ്, ശ്രുതിയെ മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് രവീന്ദ്രനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഈ
ഇളയച്ചൻ ശ്രുതിയുടെ മാത്രം ഇളയച്ചനല്ല, വേറൊരാളുടെയും കൂടി മാമനാണെന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കും, മാമനോ? ആരുടെ മാമൻ? അച്ഛാ, ആ പരിപാടിയിൽ ഇന്ന് അശോകൻ അങ്കിളുടെ മോളുടെ കല്യാണമായിരുന്നില്ലേ? ആ ഫെബിൻ, ചെക്കൻ്റെ പേര് ഫെബിൻ എന്നല്ലേ? ഫെബിൻ്റെ മാമനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, പരിചയപ്പെട്ടില്ല. അപ്പോഴേക്കും അങ്ങേര് തിരക്കായിപ്പോയില്ലേ? എന്നാൽ ഇപ്പോൾ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ദേ ഈ നിൽക്കുന്നതാണ് ഫെബിൻ്റെ മാമൻ എന്ന് പറഞ്ഞിട്ട് ബീരാനെ കാണിച്ചു കൊടുക്കുവാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. രവീന്ദ്രൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയും, ഇത് ഫെബിൻ്റെ മാമനാണെന്നോ? നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ സച്ചി പറയും, അതെ അച്ഛാ, ഇതാണ് ഫെബിൻ്റെ മാമൻ. ആ കല്യാണത്തിന് കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാന്ന് പറയുമ്പോഴേക്കും അപ്പോൾ രവി പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ അശോകൻ്റെ മോളെ കെട്ടിരിക്കുന്നത് ശ്രുതിയുടെ റിലേഷനിലുള്ള ആളാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി നിന്ന് പരിങ്ങുവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ. തൻ്റെ കള്ളക്കളികളൊക്കെ സച്ചിക്കും രേവതിക്കും മനസ്സിലായെന്ന് ശ്രുതി മനസ്സിലാക്കിയിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, എൻ്റെ അച്ഛൻ എന്താ ഈ പറയുന്നത്? അച്ഛൻ എല്ലാം ഇങ്ങനെ നേർവഴിയിൽ മാത്രം ചിന്തിക്കത്തുള്ളൂ. ഇത് ഫെബിൻ്റെ മാത്രം മാമനാണ്, ശ്രുതിയുടെ ഇളയച്ചനൊന്നും അല്ല എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, സച്ചി നീ കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ സച്ചി പറയും, അച്ഛൻ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ലെന്ന്. കുടിച്ചിട്ടല്ല അച്ഛൻ ഞാനിത് പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ എന്താടാ സച്ചി പറയുന്നത്? ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാ. അദ്ദേഹത്തിൻ്റെ റിലേഷന് അശോകൻ അങ്കിളുടെ മോളെ പോലുള്ള ഒരാളെ കെട്ടുമോ? ഒന്ന് പോയടാ സച്ചി, നിനക്കാള് മാറിപ്പോയതാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ, നിന്റെ ഇളയച്ചനെ വലിയ ബിസിനസ്സുകാരനാ, പക്ഷെ മലേഷ്യയിലല്ല, നമ്മുടെ നാട്ടിലാ. ഇറച്ചി കച്ചവടമാണ് നിന്റെ ഇളയച്ചൻ്റെ യഥാർത്ഥ പണി എന്നൊക്കെ പറയുമ്പോഴേക്കും സുധിയും ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണേ. ചന്ദ്രക്കൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. സച്ചി വീണ്ടും തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, അച്ഛാ, ഇത് ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല, ഇത് നമ്മുടെ നാട്ടിലെ ഇറച്ചി കട്ട നടത്തുന്ന ബീരാനാണ്. ഈ ബീരാൻ്റെ പെങ്ങളുടെ മോനെയാണ് നമ്മുടെ അശോകൻ അങ്കിളുടെ മോള് കെട്ടിയിരിക്കുന്നത്. കല്യാണത്തിന് വെച്ചാൽ ഞാൻ ബീരാനെ കണ്ടത്. അപ്പോൾ കയ്യോടെ ഇങ്ങനെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. ഇയാൾ മലേഷ്യയിലൊന്നും പോയിട്ടില്ല, ഇയാൾക്ക് പാസ്പോർട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ തലയും കുമ്പിട്ട് അങ്ങനെ നിൽക്കുവാണ്. ഈശ്വര, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, ആൻറ്റി എന്നെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ് ശ്രുതി ഇരുന്ന്. ബീരാനെ സത്യം പറ, അല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ എല്ലാ സത്യങ്ങളും കുടുംബത്തോടായിട്ട് തുറന്നു പറയുവാണ്. ഈ ശ്രുതിയെ ഞാൻ പരിചയപ്പെടുന്നത് മീര വഴിയാണ്. മീര എനിക്ക് നേരത്തെ അറിയാം, എനിക്ക് അഭിനയിക്കാൻ വളരെ ഇഷ്ടമാണ്, ഞാൻ അഭിനയത്തിന് ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മീര എന്നോട് പറഞ്ഞു ഒരു ചാൻസ് വന്നിട്ടുണ്ട്, പക്ഷേ അതിനു മുമ്പ് ഇവളുടെ വീട്ടിൽ പോയിട്ട് ഇളയച്ചനായിട്ടൊന്ന് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ മാത്രമേ ചാൻസ് മേടിച്ച് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ വെറുതെ ഒന്ന് വേഷം അഭിനയിക്കാൻ വേണ്ടി അവരെ കാണിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞിട്ട് ആ നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്കങ്ങയുടെ ദേഷ്യം കൂടിക്കൂടി വരുവാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കുവാണേ. ബീരാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ആരെയും പറ്റിക്കണം എന്ന് വെച്ച് ചെയ്തതൊന്നുമല്ല, നിങ്ങളെല്ലാവരും നല്ലവരാ. അത് മനസ്സിലാക്കിയപ്പോഴേക്കും ഞാൻ ഈ ശ്രുതിയോട് പറഞ്ഞതാ, ഇനി ഈ അഭിനയത്തിന് ഞാനൊന്നുമില്ലെന്ന്. പക്ഷെ അവളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിന് ഞാനും കൂട്ടുനിൽക്കേണ്ടി വന്നു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ബീരാൻ മാപ്പ് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, ഒരു കുടുംബത്തെ മൊത്തം പറ്റിക്കാൻ കൂട്ടുനിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, ഞാൻ പൈസയൊന്നും മോഹിച്ചിട്ടൊന്നുമല്ല ഇതിനു വേണ്ടി നിന്നത്, ഒരു കാശ് പോലും ഞാൻ ശ്രുതിയുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല. അവളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതിനൊരു സഹായം ചെയ്തു തരാൻ സഹായം ഞാൻ വഴി ആകുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുത്തതാ. പക്ഷെ അത് ഇത്രയും വലിയ വഷളാവുമെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു, ഞാനിതൊക്കെ നിർത്താമെന്ന് അവളോട് പറഞ്ഞതുമാണ്, പക്ഷെ അവൾ കേട്ടില്ല എന്നൊക്കെ ബീരാൻ പറയുന്നുണ്ട്. എന്നിട്ട് കൂട്ടത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും നല്ല ആൾക്കാരാ, നിങ്ങളുടെയൊക്കെ നല്ല മനസ്സാ, അവരെ പറ്റിക്കുന്നതൊന്നും ശരിയല്ലെന്ന് ഞാൻ അവളെ ഉപദേശിച്ചിട്ട് പോലും ഉണ്ടെന്നൊക്കെ ബീരാൻ പറയുന്നുണ്ട്. അഭിനയിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ചാൻസ് കിട്ടും എന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ചെയ്തു പോയതാ, പെട്ടുപോയതാന്നൊക്കെ പറഞ്ഞ് ബീരാൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല, ചന്ദ്രയും ആരും ഒന്നും മിണ്ടുന്നില്ല, ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഷോക്കായിട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ, ഈ കള്ളനെ ഇപ്പം തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, ഒരു കുടുംബത്തെ മൊത്തത്തിലാണ് ഇയാൾ പറ്റിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ ആദ്യം പിടിച്ചേൽപ്പിക്കേണ്ടത് നിന്റെ ഭാര്യയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കാരണം
ശരിയാണല്ലോ, ശ്രുതി പറഞ്ഞിട്ടാണല്ലോ ബീരാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പോലീസ് വന്നാലും ആദ്യം പിടിച്ചുകൊണ്ടും പോകുന്നത് ശ്രുതിയായിരിക്കും. അങ്ങനെ ബീരാൻ ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, എത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലും ഒരു നാൾ സത്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വരുമെന്ന്. ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ബീരാൻ അവിടെ നിന്നും പോവാണ്. ബീരാൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും പിന്നൊരു വൻ പൊട്ടിത്തെറിയാണ് ചന്ദ്രോദയത്തിൽ നടക്കുന്നത്. രവീന്ദ്രൻ കുറേ ചീത്ത പറയുന്നുണ്ട് ശ്രുതിയെ. നിന്നെ എൻ്റെ മരുമോളായിട്ടല്ല, മോളെ പോലെയല്ലേ കണ്ടത്. നിന്നെ മാത്രമല്ല, എൻ്റെ ബാക്കി മരുമക്കളെയും ഞാൻ എൻ്റെ മോളെ പോലെയാണ് കണ്ടത്. പക്ഷേ നീ ഒരു കുടുംബത്തെ മൊത്തം പൊട്ടം കളിപ്പിക്കുമായിരുന്നല്ലോ. ഈ സത്യം ഇപ്പം ഇവിടെ വെച്ച് സച്ചി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇത് പറഞ്ഞ് നീ ഞങ്ങളെ പൊട്ടന്മാരാക്കില്ലേ. അത് കണ്ട് രസിക്കുമായിരുന്നല്ലേടി നീ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്ര ചീത്ത പറയുന്നുണ്ടേ. ശ്രുതി അങ്കിൾ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടിയല്ല, സോറി എന്നൊക്കെ മാപ്പ് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അതൊന്നും കേൾക്കുന്നില്ല, നല്ല ചീത്ത തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എടാ ഈ കുടുംബത്തിൽ ഏറ്റവും വിവരമുള്ള ആളെ നീയാണെന്നല്ലേ നീ വിചാരിച്ച് വെച്ചിരുന്നത്. പുറത്തൊരു ബോർഡും വെച്ചിട്ടില്ലേ, അത് മാറ്റിയിട്ട് ഇനി നിൻ്റെ ഭാര്യയുടെ പേര് അവിടെ വെക്ക്. കാരണം ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച് കണ്ട് രസിച്ച് നിൽക്കുന്ന ബുദ്ധിശാലിയാണ് അവൾ. അവളാണ് ഈ കുടുംബത്തിലെ ഏറ്റവും ബുദ്ധിയുള്ളവൾ. അവളുടെ പേര് അവിടെ ബോർഡടിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എല്ലാവരും ചോദ്യം ചെയ്യുവാണ് ശ്രുതിയെ. ചന്ദ്ര മാത്രം ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്ര ഒന്നും മിണ്ടാതെ ചെയറിൽ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. ശ്രുതി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രുതിക്കാരെ ഭാവം കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. രവീന്ദ്രൻ പോയി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എടാ ഇതൊക്കെ നിനക്കറിയായിരുന്നു, ഈ കള്ളക്കളിക്ക് പിന്നിൽ നീ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ലച്ചാ എനിക്കറിയില്ല, ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത് പോലും എനിക്കിപ്പോൾ സംശയമാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ശ്രുതി. ലാസ്റ്റ് എല്ലാവരുടെയും പ്രകടനം കഴിയുമ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ചന്ദ്ര എഴുന്നേറ്റിട്ട് പിന്നെ അവിടെ നടക്കുന്നതൊന്നും പറയണ്ടല്ലോ. ശ്രുതിയെ ഒരുപാടിട്ട് തല്ലുന്നുണ്ട്. എടി നുണച്ചി, നീ ഇനി വായ തുറക്കരുത് ഇവിടെ, ഇതൊക്കെ അപ്പോൾ കള്ളക്കഥകളായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. ആൻറ്റി അത് പിന്നെയെന്ന് പറഞ്ഞ് ശ്രുതി വീണ്ടും മിണ്ടാൻ ശ്രമിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മിണ്ടി പോകരുത് നീ എന്ന് പറഞ്ഞ് കുറേ ഇട്ട് തല്ലുന്നുണ്ടേ. അപ്പോൾ സച്ചി ഇടയെ പറയുന്നുണ്ട്, എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. മലേഷ്യയിലെ അച്ഛൻ ബിസിനസ്സുകാരൻ, അതുപോലെ തന്നെ അച്ഛൻ മരിച്ചു, കരച്ചിൽ, തലകറങ്ങി വീഴൽ, എന്തൊക്കെയായിരുന്നു. നല്ല മികച്ച നടിക്കുള്ള ഇപ്രാവശ്യത്തെ പുരസ്കാരത്തിന് ശ്രുതിയുടെ പേര് കൊടുക്കണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രക്ക് ഇങ്ങനെ ദേഷ്യം കൂടിക്കൂടി വരുവാണ്. മലേഷ്യക്കാരി പെരിങ്കള്ളി, നീ എന്തൊക്കെയാടി പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ട് രസിക്കാൻ നീ ഒരു സൈക്കോ ആയിരുന്നോടി. നിന്നെ ഞാൻ എൻ്റെ മോളായിട്ടല്ലേ കണ്ടത്. എൻ്റെ തലയിൽ കയറ്റി വെച്ചല്ലേ ഞാൻ നിന്നെ കൊണ്ടു നടക്കണ്ടായിരുന്നത്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമോളെന്ന് പറഞ്ഞ അഭിമാനത്തോടെയാണ് നിന്നെ കൊണ്ടു നടന്നത്. നീ തന്നെ എന്നോട് ഇത് ചെയ്തല്ലോ. ഇനിയും എത്ര കള്ളങ്ങൾ നിൻ്റെ മനസ്സിലുണ്ട്, പറ, എന്തൊക്കെ കള്ളങ്ങളാണ് നീ ചെയ്തു കൂട്ടിയത്. നീ ആരാ, ഇനിയെങ്കിലും സത്യങ്ങൾ പറയടി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഒരുപാടിട്ട് തല്ലുന്നുണ്ട്. ശ്രുതി അപ്പോൾ, ആൻറ്റി പ്ലീസ് ആൻറ്റി, ഞാൻ ആരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല, അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അറിയാതെ സംഭവിച്ചെന്നോ, ഇതൊക്കെ ഇത്രയും കാട്ടിക്കൂട്ടിട്ട് അറിയാണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത്. ഇനി നീ ഒന്നും പറയണ്ട, ഈ വീട്ടിൽ നിന്നും ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞ് ശ്രുതിയും തള്ളി പുറത്തിടുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഞാൻ എൻ്റെ ശ്രുതിയെ വിട്ട് എവിടെയും പോയില്ല. ശ്രുതി പ്ലീസ്, എനിക്ക് എൻ്റെ ശ്രുതിനെ വേണം എന്ന് പറഞ്ഞ് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇനി നിന്നെ ഈ നിമിഷം ഇവിടെ നിർത്തത്തില്ല. നീ പണക്കാരിയല്ലേ, എന്തൊക്കെയാ മലേഷ്യക്കാരി, എൻ്റെ കാശ് കണ്ട എൻ്റെ കണ്ണ് മഞ്ഞളിക്കും ഓർത്തിട്ടാണോ നീ ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞത്. ഇനി നീ കള്ളങ്ങൾ പറയരുത്. നീ വാ തുറന്നാൽ നീ കള്ളങ്ങളുടെ ഒരാൾ രൂപമാണ്. നിന്നെ ഇനി ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല, ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ മുടിക്ക് പിടിച്ചിട്ട് ചന്ദ്ര ശ്രുതിയെ വലിച്ച് പുറത്തോട്ട് പോവാണ്. ശ്രുതിയെ പുറത്താക്കിയതിന് ശേഷം ചന്ദ്രോദയത്തിൻ്റെ വാതിൽ ചന്ദ്ര കൊട്ടി അടക്കുവാണ് കേട്ടോ. ശ്രുതി പുറത്തു നിന്ന് പൊട്ടി കരയുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പന്നൂർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഇതിൻ്റെ ഇടയിൽ സച്ചി നമ്മുടെ ബീരാനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ, അപ്പോൾ ഈ മലേഷ്യയിൽ അച്ഛനുണ്ടോ ശ്രുതിക്ക് ശരിക്കും, അതും കള്ളമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ബീരാൻ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്കറിയില്ല, ശ്രുതി പറഞ്ഞതുപോലെ ഞാൻ അഭിനയിച്ചു, അവളുടെ ജീവിതത്തിൽ ബാക്കി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, അപ്പോൾ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് ഇവിടെ നടത്തിയ പ്രകടനങ്ങളൊക്കെയോ അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ അതും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശ്രുതി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ബീരാൻ അവിടെ നിന്നും പോയത്. എല്ലാം പറഞ്ഞപ്പോഴേക്കും ശ്രുതി ഒരു മലേഷ്യക്കാരിയല്ലെന്നും ഈ പണക്കാരിയാണെന്നുള്ളതൊക്കെ ഒരു കെട്ടുകഥയാണെന്നും മനസ്സിലാക്കിയ ചന്ദ്ര താണ്ഡവമാടുവാണ് ചന്ദ്രോദയത്തിൽ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.